അതോ എൻ്റെ താത്ത ഒരു സഹോദരനായിരുന്നെങ്കിൽ എൻ്റെ താത്തക്ക് നല്ലൊരു ബന്ധം കിട്ടണം. അതിനെ പറ്റിയ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കണം. അതെ, അത് നമുക്ക് ശരിയാക്കാം. നീ ടെൻഷൻ ആവണ്ട, നമുക്ക് റെഡിയാക്കാം. ഇത് നല്ലൊരു യാതൊരു സുഖം ഒന്ന് ഒഴിയടാ. എന്താ ഈ മറ്റേ കാര്യം വല്ലതും നടക്കുവോ? നടക്കും, നടത്തും. അവളാകുമ്പോ ആരോടൊന്നും പറയും. ഊമയല്ലടാ, ഊമ. ഒന്ന് പരിഗണിക്കണേ. അവൻ പറഞ്ഞ അന്ന് രാത്രി വന്നു. അവരെ കയറി പിടിക്കുവാൻ ശ്രമിച്ചു. അടുക്കളയിൽ നിന്ന് കത്തിയെടുത്ത് അവനെ ആഞ്ഞുവെട്ടി. അവൻ കൊല്ലപ്പെട്ടു. അതൊക്കെ കണ്ട് ഇളയ അനുജത്തി നോക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ പോലീസ് എത്തി. അപ്പുറത്തല്ലേ? അതെ, വണ്ടി ഇങ്ങോട്ട് വരില്ല, നിങ്ങളോട് വന്നോളൂ. ആ ഒരു കൊലപാതകം നടത്തിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കണല്ലേ? എന്നൊക്കെ അവളെ വിലങ്ങ് വെച്ച് കൊണ്ടുപോയി. നാളെയാണ് അവർ ചെയ്യുന്നത്. അത് നീ സംസാരിക്കില്ലെന്ന് എനിക്കറിയില്ലേ. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. നീ ചെയ്തതെല്ലാം നിന്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. മനസ്സിലായി? എന്താണ് ഉണ്ടായതെന്ന് തുറന്നു പറയാൻ എന്നെക്കൊണ്ട് അറിവില്ല. എന്നാലും മോളെ, നീ രക്ഷപ്പെടും. കാരണം ഉമ്മയും ഉപ്പയും ഇല്ലാത്ത 3 പെൺകുട്ടികളുടെ ദൈവമാണ് നീ. ഒരു പക്ഷേ ആ പുണ്യം കൊണ്ടാവാം ദൈവം നിന്നെ രക്ഷിച്ചത്. പിന്നെ ഞാൻ നിന്നോട് എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ ജോലിയുടെ ഭാഗമാണെന്ന് കരുതണം. സാരമില്ല, നിന്റെ ഉമ്മാടെ ഉപ്പാടെ പ്രാർത്ഥന നിന്റെ കൂടെ ഉണ്ടല്ലോ, അത് മതി. നീ ആ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് എന്നെ കാണും. അങ്ങനെ അവൾ ആരോടും ഒരു പരാതിയും പരിഭവവും പറയാൻ കഴിയാതെ അനിയത്തിമാർക്ക് വേണ്ടി ജീവിച്ചു, മൗനത്തിലൂടെ.